ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ? ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഏത് ആഹാരത്തിൻ്റെ കൂടെയും കോമ്പിനേഷൻ ആക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി ഇന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനായി ഞാൻ 5 മുട്ട പുഴുങ്ങിയിട്ട് തണുത്ത വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്, ചൂട് തണിയാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമുക്ക് ഒരു കടായി ഒന്ന് ചൂടാക്കി എടുക്കാം. കടായി ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ള് പെരുംജീരകം ഇട്ട് കൊടുക്കാം. പെരുംജീരകം എല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടെ അതിൻ്റെ കൂടെ ചാടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി 2 തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തത്, അത് നീളത്തിൽ അരിഞ്ഞു വിട്ടിട്ടുണ്ട്, അതുകൂടെ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. അത് രണ്ടും കൂടെ നമുക്ക് ഒന്നിച്ച് വഴച്ചെടുക്കാവേ. പിന്നെ അതിൻ്റെ കൂടെ ഇടേണ്ടതാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒന്നും എടുക്കല്ലേ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് മാറിപ്പോവേ. അപ്പോൾ ഇതാ ഈ ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴച്ചെടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്നൊന്ന് വഴച്ചെടുക്കണ്ടേ. അപ്പോൾ അതിൻ്റെ പേരിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് വഴച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ടൊമാറ്റോയും സവാളയും നന്നായി വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സവാളയും ടൊമാറ്റോയും വേറെ വേറെ ഇട്ട് വഴറ്റിയെടുക്കാൻ നിൽക്കണ്ടേ, രണ്ടും ഒരുമിച്ച് തന്നെ ഇട്ട് വഴറ്റിയെടുത്തത് കേട്ടോ. ഇനി നമ്മൾക്ക് തീ കുറച്ചൊന്ന് വെക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ് ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയേ. പിന്നെ ചേർക്കേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയേ. പിന്നെ നമ്മൾക്ക് എരിവ് വേണ്ടേ ഈ മുട്ടക്കറിക്ക്, അപ്പോൾ അതിൻ്റെ പേരിൽ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ ഞാൻ വറുത്തെടുത്തതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കാം. പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിനി നന്നായി ഒന്ന് ചൂടാറണം. അതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് അരച്ചെടുക്കാം മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വെക്കാം. നമ്മൾ ആ നേരത്തെ തയ്യാറാക്കിയ മസാലക്കൂട്ടില്ലേ, അതെല്ലാം ചൂടാറിയതിന് ശേഷം ഇതുപോലെ തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആ മസാല തയ്യാറാക്കിയ അതേ കടായി തന്നെയാണ് ഞാൻ കറി ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നുകൂടി നമുക്കൊന്ന് ചൂടാക്കി എടുക്കാമേ. കടായി ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാള നമുക്ക് വളരെ തിന്നായിട്ട് മുറിച്ചതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇടേണ്ടതാണ്, നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ്, ഒരു ചെറിയ പഴുത്ത തക്കാളി വളരെ തിന്നായിട്ട് മുറിച്ചിട്ടുണ്ട്, അതുകൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാമേ. ഇനി ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ടൊമാറ്റോയും സവാളയും നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾക്ക് നേരത്തെ അരച്ച് വെച്ച മസാലയില്ലേ, അത് നമ്മൾക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാമേ. അപ്പോൾ ഈ മിക്സിൻ്റെ ജാറിൽ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്, അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. ആ മിക്സിൻ്റെ ജാറിൽ ബാക്കി ഉണ്ടായ മസാലയിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതെല്ലാം ഒന്ന് റെഡി ഇങ്ങനെ 4 ഭാഗത്ത് തന്നെ കുലുക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചുകൂടി വെള്ളം നമ്മൾക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിൽ ഉപ്പിട്ടില്ലല്ലോ, നമുക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതലാകരുതേ, പിന്നീട് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കുറച്ച് ഗ്രേവി ഒന്ന് തിളച്ചതിന് ശേഷം ഉപ്പ് ഒന്നുകൂടി നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ആ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ഉപ്പ് നോക്കേ. ഉപ്പ് നല്ല രീതിക്ക് തന്നെ ഉണ്ട്, നല്ല രീതിക്ക് ഒന്നും കൂടുതലല്ല, പാകത്തിന് തന്നെ ഉണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക്
ഈ മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ പുറത്തേക്കൂടെ ഞാൻ ഒരു 3-4 ഭാഗത്തേക്കൂടെ നന്നായി ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, മസാല എളുപ്പത്തിൽ പിടിച്ചു കിട്ടാനേ. അപ്പോൾ നമ്മൾക്ക് ഓരോരോ മുട്ട ഈ ഗ്രേവിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. പതിയെ വേണം ഇട്ട് കൊടുക്കാനേ, അല്ലെങ്കിൽ മേലേക്ക് തെറിക്കും. ഇപ്പോൾ മുട്ടയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിളച്ച ഗ്രേവിയിലേക്ക് പിന്നെ പുഴുങ്ങി വെച്ച മുട്ടയിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായി ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രേവി ഇത്ര വേണ്ടെങ്കിൽ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നതാണ് ഒരു 10-15 കാഷ്യൂ. ഞാൻ ഇളം ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ, ഞാൻ മിക്സിൻ്റെ ജാറിലാണ് ഇത് കാണിക്കുന്നത്. 10-15 കാഷ്യൂ നന്നായി കഴുകിയതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ പിന്നെ ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു 1/2 മണിക്കൂർ. അത് ഞാൻ മിക്സിൻ്റെ ജാറിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേസ്റ്റ് കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നമ്മൾക്ക് പിന്നെ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. കാഷ്യൂ ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് തിളപ്പിക്കണ്ടേ, ഇതിൻ്റെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണിത്. നിങ്ങളൊന്ന് നിർബന്ധമായിട്ട് ഉണ്ടാക്കി നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ 1 ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ മേലെ മല്ലിയില ഗാർണിഷ് ചെയ്യാനുണ്ടെങ്കിൽ മല്ലിയില ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റിൽ ആ ഒരു ഇതിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ ആ കുരുമുളകിൻ്റെ ടേസ്റ്റെല്ലാം സൂപ്പറായിട്ട് ഇതിന് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ആ മുട്ടയുടെ ഭാഗത്തെ കൂടെ വരഞ്ഞു കൊടുത്തത് കൊണ്ട് അതിൻ്റെ ആ മസാലയൊക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.